അല്ല അതും കൂടി പറയുന്നുണ്ടെങ്കിലേ നമുക്കത് കൂട്ടി വെക്കാലോ അങ്ങനെയാണെങ്കിൽ. ഞാൻ പറയാലോ, എന്താ നിങ്ങൾ ബേജാറാകുന്നു? ഞാൻ പറയുന്നത് ഞാൻ ഇത്രയും ഇതൊരു നടക്ക് പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. ഏത് ചാനലാ? ഇപ്പൊ റിപ്പോർട്ടർ ചാനലാണ്. റിപ്പോർട്ടർ അല്ല ഇപ്പൊ Buggers. Maybe we are poor. Coolies. Trolley pullers. But we are not buggers. ഈശ്വര, ഇനി എന്ത് ചെയ്യും? ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടത്തില്ല. അതൊരു പ്രശ്നമാണ്. കാരണം അതാണ് ഞാൻ പറഞ്ഞത്, ഈ SDRFന്റെ മാനദണ്ഡം അത് വളരെ ചുരുങ്ങിയ ഒന്നാണ്. അത് വെച്ചുകൊണ്ടുള്ള കണക്ക് മാത്രമേ നമുക്ക് കൊടുക്കാൻ പറ്റൂ. പക്ഷേ അതിന് മാറ്റം വേണം. അതുകൊണ്ടാണ് സ്പെഷ്യൽ പാക്കേജ് വേണമെന്ന് പറയുന്നത്. നമ്മൾ ഈ രണ്ടും പറഞ്ഞു. ഇത് SDRF അനുസരിച്ച് ഇത്രയാണ്, നമ്മുടെ യഥാർത്ഥ നഷ്ടം ഇത്ര സംഭവിച്ചിട്ടുണ്ട്, ഇപ്പോൾ കണക്കാക്കിയത് ഇത്രയുണ്ട്, ഇനിയും വിശദമായി കണക്കാക്കാനിരിക്കുകയാണ്. അതോടൊപ്പം പുനർനിർമ്മാണം, അത് നേരത്തെ പറഞ്ഞു 2000 കോടിയിൽ പരം വരും, അതും പറഞ്ഞു. അപ്പോൾ ഈ തുകയെല്ലാം നമ്മൾ കേന്ദ്ര ഗവൺമെൻറ് മുന്നിൽ വെച്ചിരിക്കുകയാണ്. കേന്ദ്ര ഗവൺമെൻറ് ഇതൊന്നും തള്ളുന്ന നില സ്വീകരിച്ചിട്ടില്ല. ഇതെന്തും മറിമായും എനിക്ക് ഭ്രാന്തായി പോയതാണ്, അത് നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്തായ.